നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. യുവേഫ നേഷൻസ് ലീഗിൻ്റെ ഫൈനൽ പോരാട്ടത്തിൽ ഇന്ന് പോർച്ചുഗൽ സ്പെയിനിനെ നേരിടാൻ ഇറങ്ങുന്നു. ഒരു കടുത്ത പോരാട്ടം ഫുട്ബോൾ ലോകം പ്രതീക്ഷിക്കുന്ന ദിവസമാണിത്. ഈ ഘട്ടത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇന്നലെ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹമാണ് പോർച്ചുഗലിൻ്റെ നായകൻ. കിരീടത്തിലേക്ക് പോകാൻ പറ്റുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു. അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ വേറെ ചെയ്തിട്ടുണ്ട്. സുപ്രധാനമായ ഒരു ചോദ്യം അദ്ദേഹത്തോട് ചോദിക്കുന്നു. 2026 വേൾഡ് കപ്പ്, ആ വേൾഡ് കപ്പിന് സ്പെയിൻ ഫേവറിറ്റ്സ് ആണ്, പോർച്ചുഗൽ ഫേവറിറ്റ്സ് ആണ്. അങ്ങനെ പറഞ്ഞാൽ നിങ്ങളുടെ മറുപടി എന്താണ്? സ്പെയിനും പോർച്ചുഗലും 2026 വേൾഡ് കപ്പിന് കാൻഡിഡേറ്റ്സ് ആണോ? കിരീട സാധ്യതയുണ്ടോ എന്നാണ് ചോദ്യം. നമുക്കറിയാം സ്പെയിനും ഇന്നും ഫോമിലാണ് കളിക്കുന്നത്. സ്പെയിനിനെ പലരും അടുത്ത വേൾഡ് കപ്പിലെ കിരീട സാധ്യതയുള്ള ടീമായിട്ട് എണ്ണുന്നുണ്ട്. എന്നാൽ പോർച്ചുഗലിൻ്റെ കാര്യം അങ്ങനെയാണോ? CR7 എന്ത് പറയുന്നു നോക്കാം നമുക്ക്. CR7ൻ്റെ മറുപടി. അദ്ദേഹം പറയുന്നു, സ്പെയിൻ ഓഫ് കോഴ്സ്, ഒരു തർക്കവും വേണ്ട, സ്പെയിൻ അടുത്ത വേൾഡ് കപ്പിലെ ഫേവറിറ്റ്സ് ആണ്, അവർ കാൻഡിഡേറ്റ്സ് ആണ്. പോർച്ചുഗലിൻ്റെ കാര്യം ചോദിച്ചാൽ നമുക്ക് നോക്കാം, വി വിൽ സി. എന്തായാലും ഈ രണ്ട് ടീമിനും സെയിം ഹിസ്റ്ററി അല്ലേ ഉള്ളത്, വ്യത്യസ്തമായിട്ടുള്ള ചരിത്രമാണ്. സ്പെയിന് വേൾഡ് കപ്പൊക്കെ നേടിയിട്ടുള്ള ടീമാണ് നേരത്തെ. ഐ ഹോപ്പ് പോർച്ചുഗൽ ഈസ് ടു. പോർച്ചുഗലിന് അതിന് കഴിയും എന്നാണ് എൻ്റെ പ്രതീക്ഷ എന്നാണ് ക്രിസ്ത്യാനോ പറയുന്നത്. ഇതുവരെ പോർച്ചുഗലിനൊരു വേൾഡ് കപ്പ് കിരീടമില്ല. അതിലേക്ക് എത്തിക്കാൻ CR7 തൻ്റെ അവസാന വേൾഡ് കപ്പിലാവുമോ എന്നതാണ് ചോദ്യം. അങ്ങനെ 41-ാം വയസ്സിലൊക്കെ അദ്ദേഹം വേൾഡ് കപ്പ് എടുത്താൽ അത് ചരിത്രമായിരിക്കും. പലരുടെ ചരിത്രവും അവിടെ തിരുത്തി കുറിക്കപ്പെടും. അത് സാധിക്കുമോ? കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.